നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളോടുള്ള കറണ്ട് എനർജിയും നോക്കാം. നിങ്ങളോടുള്ള കറണ്ട് എനർജിയുടെ ഭാഗം വരുമ്പോൾ ഞാനത് കൾട്ടി ക്രോസ് ചെയ്ത് നോക്കും കേട്ടോ. കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, എന്താണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എൻ്റെ വോയിസ് വല്ലാതെ ലോ ആവുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയണ്ട. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, എന്നിരുന്നാലും സ്വതവേ ഞാൻ ഇത്തിരി സോഫ്റ്റ് സ്പോക്കൺ ആണ്, അതുകൊണ്ടായിരിക്കാം. പരമാവധി ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. വേറെന്താ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ന്യൂട്രലായിട്ട് മാത്രം കാണുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, വേറെന്താണ്? വേറൊന്നുമില്ല. അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ? നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. അവരിപ്പോൾ എന്തവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? കറണ്ട് സിറ്റുവേഷൻ എന്താണ്? അവരുടെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ, എൻ്റെ വ്യൂവേഴ്സ് ഇത് കാണുന്ന സമയത്തുള്ള എൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു തരും. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്, മിക്സ്ഡ് എനർജീസ് ആയിരിക്കും വരുന്നത്. കാരണം ഒരുപാട് പേരുടെ എനർജി അറ്റ് എ ടൈം കണക്റ്റഡ് ആവുന്നത്. മജീഷ്യൻ, ശരി. ഏസ് ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, എംപറർ, ഗുഡ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് കപ്സ്. ഓക്കെ, കുറേ പേരെങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരുടെ എനർജിയിൽ അങ്ങനെയാണ് കാണുന്ന. കുറേ പേര് മൊബൈലും നോക്കി റീൽസൊക്കെ നോക്കി അങ്ങനെ ഇരിക്കേണ്ട എന്ന് കാണുന്നു. ഓക്കെ, അതുപോലെ മറ്റു ചിലർ കുടുംബത്തിലെ എന്തോ അത്യാവശ്യങ്ങളായിട്ട് ഒന്നുകിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടായിരിക്കും, അത് മാനേജ് ചെയ്യാൻ നടക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങൾക്കായിട്ട്, സ്കൂൾ തുറക്കാറായിട്ടുണ്ട് അതിൻ്റെ ആവശ്യങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ പോയിട്ടുള്ളതായിട്ട് അങ്ങനെയൊക്കെ കാണുന്നു കേട്ടോ. കറൻ്റ്ലി അവർ ചിലരെങ്കിലും ഫാമിലി കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. മറ്റു ചിലർ ഇരുന്ന് ചിന്തയിലാണ്, ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നു. ഓക്കെ, എനിക്ക് ഈ കൂടുതലായി ചിന്തിക്കുന്ന വ്യക്തികൾ എനിക്ക് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നത് ഒന്നുകിൽ ഒക്കൾട്ട് റിലേറ്റഡ്, അതായത് അസ്ട്രോളജി, ന്യൂമറോളജി, ടാറോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. മെഡിക്കലിൽ വെച്ചിട്ട് എന്തുമാത്രം ഫീൽഡ് ഉണ്ട് അല്ലേ? ലാബ് ഉണ്ട്, ഫാർമസി ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, അങ്ങനെ അതുമായിട്ട് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം. മെഡിക്കൽ റെപ്പായിരിക്കാം. ഓക്കെ, അവർ ഇരുന്ന കാര്യമായിട്ട് ആലോചിക്കുകയാണ് എന്ന് കാണുന്നു. ഒന്നുകിൽ അവരവരുടെ കുടുംബത്തിൽ എന്തോ ഒരു വിഷയമുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അതിനെക്കുറിച്ച് ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് കുലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. മറ്റു ചിലർ ജോലിയിൽ വളരെ തിരക്കിലാണ് എന്നും കാണുന്നു. അവർക്ക് ഷിഫ്റ്റ് ആയിരിക്കാം, ഷിഫ്റ്റ് ബേസിസിൽ ജോലി എന്നൊക്കെയാണ് എനിക്ക് കാണുന്നത്. അത് കൂടുതലായും IT, എഞ്ചിനീയറിങ് അങ്ങനത്തെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ വളരെ കൂടുതലായിട്ട് ഒരു മീറ്റിങ്ങിൻ്റെ കാര്യമോ പ്രോജക്റ്റിൻ്റെ കാര്യമോ അങ്ങനെ എന്തോ ആയിട്ട് ഭയങ്കര കാര്യമായ ഡിസ്കഷൻ നടക്കുന്നു, ചിന്തകൾ നടക്കുന്നു, പ്ലാനിങ് നടക്കുന്നു എന്ന് കാണുകയാണ്. അവരതിൽ ഭയങ്കര തിരക്കാണ് എന്ന് കാണുന്നു. മറ്റു ചിലരിരുന്ന് ഇതൊന്നുമില്ല വീട്ടിലാണ് എന്നുള്ള വ്യക്തികൾ വളരെ എന്താ പറയുക, കാര്യമായിട്ട് തന്നെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കാണുന്നു. റൊമാൻറ്റിക് തോട്ട്സിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർ കൂടുതലായും നിങ്ങളുടെ മെസ്സേജസ് നോക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം. അവർ വളരെയധികം സ്നേഹം തോന്നുന്ന ഒരവസ്ഥയിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു. മറ്റു ചിലർ
എന്താ പറയുക, കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കുകയോ അതിനെ സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഹീലിംഗ് ചെയ്യുകയോ നാമം ചൊല്ലുകയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥന, ബൈബിൾ, ഖുറാൻ വായന, അങ്ങനെയൊക്കെ ആ റിലീജിയസ് ആസ്പെക്റ്റിലുള്ള എന്തോ ഒരു കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുകയോ എന്തോ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുകയായിരിക്കാം, നാമം ചൊല്ലുകയായിരിക്കാം, അങ്ങനെ. ഓക്കെ, അവരവരുടെ റിലിജ്യൻ ബേസ് ചെയ്തിട്ട് കുറച്ച് മനസ്സമാധാനമായിട്ട് കാമായിട്ടിരിക്കുന്നതായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം, ഹീലിംഗ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ ചില കാര്യങ്ങളിൽ വ്യാപൃതരാണ് ചിലരെന്നും കാണുന്നു. മറ്റു ചിലർ യാത്രയിലാണ്, ഫൺ ട്രിപ്പിലാണ്, ദൂരയാത്രയിൽ ബൈക്ക് റൈഡൊക്കെ ആയിരിക്കാം, കാറ് എടുത്തിട്ട് പോകുന്നതായിരിക്കാം. ആ പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, മറ്റു ചിലർ വളരെ പ്രബലമായ ജോലിയിലിരിക്കുന്ന വ്യക്തിയാണ്, അവർ ജോലിയിൽ തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ടീം വർക്ക് എന്തോ നടക്കുന്നുണ്ട്, അവിടെ ഒരു ടീമിൻ്റെ മീറ്റിങ്ങോ, അതിൻ്റെ കൺട്രോൾ ഇവരുടെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ ഇവരാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇവരതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നു എന്നും കാണുന്നു. ഇവർക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇന്ന് വീട്ടിൽ പോകാൻ സാധ്യതയില്ല, കുറേ ലേറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാവരും തന്നെ പൊതുവെ സ്വന്തം കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. സേവിങ്സ്, കരിയർ, പ്രൊമോഷൻ, അങ്ങനെ പ്രോജക്റ്റ് കംപ്ലീഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് കപ്സ് വെച്ച് ഇവരൊറ്റയ്ക്കല്ല, ചുറ്റും കുറേ പേരുണ്ട് എന്നും കാണുന്നു. ഫാമിലി ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഫ്രണ്ട്സും ആണ് കൂടെ ഉള്ളതെങ്കിൽ അവർ കുറച്ച് ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. പൈസ ചിലവാക്കുന്നതായിട്ടും ഒരു ട്രീറ്റൊക്കെ കൊടുക്കുന്നതായിരിക്കാം, ഹാപ്പി മൊമെൻറ്റ്സ്, മൂവിക്ക് പോയതായിരിക്കാം, അങ്ങനെ എന്തോ അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളൂ, കാരണം മിക്സ്ഡ് എനർജീസ് ആയിരിക്കുമല്ലോ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സിറ്റുവേഷനിൽ, അവരവർക്കറിയായിരിക്കും ഏകദേശം. അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയും, നിങ്ങൾ ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഇതിലെങ്കിലും കാര്യമായിരിക്കും. ഓക്കെ, സ്റ്റാമർ ചെയ്യുന്നു അല്ലേ, എനിക്കൊന്ന് കുറച്ച് സ്റ്റാമർ ചെയ്യുന്നു, വാക്കുകൾ ജഗിളാവുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്ക് കെൽറ്റിക് ക്രോസ് വെച്ച് നോക്കാം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അവർക്കായിട്ട് കാണാനാണ് പറഞ്ഞിട്ടൊരു the viewers and the person, the current energy for my viewers. The viewers and the person, the current energy for my viewers and viewers person's current energy for my viewers and viewers person's current energy for my viewers. Celtic cross on കേട്ടോ. Lovers, excellent. Queen of Wands, Ace of Cups, Ishvara, Hermit, Dirty, 6 of Pentacles, Knight of Cups, 4 of Swords. ആക്ച്വലി ഇതൊന്നും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല അല്ലേ. ഇത്ര ബ്യൂട്ടിഫുൾ എനർജീസാണ് നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത്. ലവേഴ്സ് വെച്ചിട്ട് പറയണ്ടല്ലോ ഞാൻ, നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ചിന്തിക്കേണ്ടത്. ഒരുപാട് സ്നേഹത്തോടെ ആണ് അവർ നിങ്ങളെ ഈ സമയം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ ലവേഴ്സ്, clarify lovers, clarify lovers, clarify lovers. Four of Wands, Queen of Wands and Judgment. നിങ്ങളെ എത്രയും വേഗം അവരുടെ ലൈഫ് പാർട്ട്ണറാക്കാൻ സാധിക്കണം എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവർ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതെ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ശബ്ദം എല്ലാം അവരുടെ മനസ്സിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു വിവാഹം അത് എത്രയും വേഗം സാധ്യമാകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ആവാനുള്ള ആഗ്രഹവും അവിടെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻസ്, മിഡിലുള്ള ക്വീൻ ഓഫ് വാൻസ് ആണ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻസ്. സ്റ്റാർ, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. ഓക്കെ,
നിങ്ങളോട് അവർക്ക് ആരാധനയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. ആക്ച്വലി നിങ്ങൾ ജോലിയിലൊക്കെ ഇവരെക്കാൾ കൂടുതൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരാധനയിൽ തുടങ്ങിയ ഒരു സ്നേഹമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ഇവർക്ക് ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നു കേട്ടോ. ഇവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ടും അങ്ങനെ ഇവർക്ക് സക്സസ് കിട്ടിയിട്ടുള്ളതായിട്ടും എല്ലാം കാണുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, കടപ്പാട് അത് പിന്നീട് സ്നേഹമായി മാറി, ആരാധനയായി മാറി, ഇപ്പം അതിതീവ്രമായ സ്നേഹത്തിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇവരെക്കാൾ മുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു പടി മുകളിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ തെറ്റായി പോകുമോ എന്നൊരു ഭയം കാരണം ഇവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേ പേരുടെയെങ്കിലും സിനാറിയോ അങ്ങനെയാണ്. പറഞ്ഞാൽ തെറ്റായി പോകുമോ, ഉള്ള സൗഹൃദം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം കാരണം ഇതിൽ കുറേയധികം പേര് മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പക്ഷെ അതിഭയങ്കരമായ സ്നേഹം, അട്രാക്ഷൻ എല്ലാം മനസ്സിൽ തോന്നുന്നുണ്ട്. ഐസ് ഓഫ് കപ്സ് വെച്ചിട്ട് അറിയാലോ ഓൾറെഡി എന്താണ് ഐസ് ഓഫ് കപ്സ്. മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന, ഇപ്പം നെഞ്ചു പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള സ്നേഹം, അതാണ് ഈസ് ഓഫ് കപ്സിൻ്റെ എനർജി കേട്ടോ. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. ഒരു മിനിറ്റ്, 2 കാർഡ് താഴെ ചാടിപ്പോയി, അത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എംപ്രസ്, കിങ് ഓഫ് വാൻസ്, ഒരു കാർഡ് കൂടെ വേണ്ടി വരും. 6 ഓഫ് വാൻസ്, വീണ്ടും അവിടെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ലവേഴ്സിൻ്റെ അതേ എനർജിയിലാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ആരാധനയാണ്, സ്നേഹമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിനായി തീവ്രമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് നിങ്ങൾ മതി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് എന്നും കാണുന്നു. നിങ്ങളുടെ വാക്കുകളെ അവർ എന്താണോ നിങ്ങൾ പറയുന്നത് അത് അതേപടി അനുസരിക്കുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫിലെ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്നുള്ള രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് അവർക്ക് ശരി എന്നുള്ള മട്ടിൽ, അതേ രീതിയിൽ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ചിന്തിക്കുന്നു കേട്ടോ. ഹേർമിറ്റ്, മാനസികമായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, മിസ്സിങ് എനർജി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്ലാരിഫൈ ഹേർമിറ്റ്, ക്ലാരിഫൈ ഹേർമിറ്റ്, ക്ലാരിഫൈ ഹേർമിറ്റ്. 8 ഓഫ് കപ്സ് എനിക്ക് തോന്നി. 8 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ട് നിങ്ങളിൽ നിന്നും ദൂരെയാണ്. ഓക്കെ, ജോലിയിലാണ് ഈ സമയം. നിങ്ങൾ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ജോലിയിലും ആയിരിക്കാം. പക്ഷേ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 6 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ആ സമയത്തുള്ള മെമ്മറീസ് എല്ലാം നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ഇടയിൽ നടന്ന സംഭവങ്ങൾ, അതെല്ലാം ഇവർ വീണ്ടും 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 ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വളരെയധികം സ്നേഹമാണ്, ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത മിസ്സിങ് എനർജിയിലാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്? ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ്. നീ 2 കാർഡ് കൂടെ എടുക്കുവേ. ടെമ്പറൻസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങളെ പ്രതി നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു. അവർക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തോ സഹായം ആവശ്യമുണ്ട് എന്നുള്ളത്. അവർ നിങ്ങളെ അവരുടെ സ്പൗസായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾ മനസ്സമാധാനത്തിൽ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് സഹായം വേണമെങ്കിലും അവരോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. സാമ്പത്തികമായാലും ശരി, വേറെന്ത് രീതിയിലുള്ള ഹെൽപ്പായാലും ശരി, നിങ്ങൾ ധൈര്യമായിട്ട്, അവർ നിങ്ങളുടെ പാർട്ട്ണറാണ് എന്നുള്ള ആ ഫീലിംഗ് മനസ്സിൽ വെച്ചുകൊണ്ട് അവരോട് ചോദിക്കണം എന്നാണ് അവർ കരുതുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി ഹൈലി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് എനിക്ക് അവിടെ കാണുന്നത്. അവിടെ ഒരു മാസ്കുലിൻ റെസ്പോൺസിബിലിറ്റി ആണ് കാണുന്നത്. എനിക്കിത് കൂടുതലായും പുരുഷന്മാർക്കായിരിക്കും കണക്റ്റ് ആവുക എന്ന് തോന്നുന്നു. അവർക്ക് തോന്നുന്നത് അവരാ നിങ്ങളുടെ കുടുംബനാഥനാണ്, അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ചുമതല അവരുടെയാണ്, നിങ്ങൾ വിഷമിക്കാതെ നോക്കേണ്ടുന്ന ചുമതല അവരുടേതാണ് എന്നവർ കുറച്ച് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്,
clarify. Knight of Cups, Moon, Emperor, Handman. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറെൻറ്റ് ഏജ് ആയിരിക്കാം, അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഇവരുടെ തന്നെ ഈഗോ ആയിരിക്കാം. എന്തെങ്കിലും വഴക്കുണ്ടായി കാണും, മാപ്പ് പറയാനുള്ള ബുദ്ധിമുട്ട്. കാരണം ഇവരുടെ ആ എംപറർ എനർജി അവർ അതിന് സമ്മതിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നുരുകയാണ്. നിങ്ങളെ വിട്ട് കളയാനും വയ്യ, നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥ. നിങ്ങളോട് എന്ത് പറയും? പക്ഷേ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇവരിങ്ങനെ കടുംപിടുത്തം പിടിച്ചിരുന്നാൽ നിങ്ങളവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയവും അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ തന്നൊരു സോറി പറയണം, ഒന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവരുടെ ഈഗോ ഇവരെ ഇതിന് സമ്മതിക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഓക്കെ, ആ ഫീലിങ്സിൽ അങ്ങ് ഹാങ്ഡായിട്ട് നിൽക്കുന്നതായിട്ടും എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 100 വട്ടം സോറി പറഞ്ഞിട്ടുണ്ട്, വായിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 4 of Swords, ക്ലാരിഫൈ 4 of Swords, ക്ലാരിഫൈ 4 of Swords, ക്ലാരിഫൈ 4 of Swords. World, 9 of Pentacles, Page of Cups. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്. ജോലി സംബന്ധമായിട്ട് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കാം കേട്ടോ, ഇന്ത്യയിലല്ല, പുറത്തായിരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾ പുറത്താണ്, അവർ ഇന്ത്യയിലായിരിക്കാം. അങ്ങനെ എന്തായാലും 2 കൺട്രീസ് ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യ എന്ന് തന്നെ എടുക്കേണ്ട, 2 ഡിഫറെൻറ്റ് കൺട്രീസിലാണ് നിങ്ങളെന്ന്, രാജ്യങ്ങളിലാണ് നിങ്ങളെന്ന് കാണുന്നു കേട്ടോ. കൂടുതലായി നമ്മൾ നാട്ടിലായതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ലോകത്തിൽ എവിടെയും ആകാം, പക്ഷെ 2 ഡിഫറെൻറ്റ് രാജ്യങ്ങൾ എന്ന് കാണുന്നു. ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. 2 പേരും വർക്കിംഗ് ആണ്, 2 പേരും 2 ഭാഗത്തായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. മിസ്സിങ് എനർജി വളരെയധികം ഉണ്ട്. രാത്രി മുഴുവൻ പരസ്പരം ആലോചിച്ച് ഉറങ്ങാതിരിക്കുകയാണ് എന്നുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഉടനെ ഒരു മെസ്സേജ് അയക്കണം എന്നാണ് ഈ സമയം. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വീഡിയോ കോളോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ അത്രയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഈ സമയം എന്ന് കാണുന്നു. ഓക്കെ, വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. 2 ഭാഗത്തായതുകൊണ്ട് ഓടിയെത്തി കാണാനും നിവൃത്തിയില്ല. അപ്പോൾ വിളിക്കുകയെങ്കിലും ചെയ്യാം, സംസാരിക്കുകയെങ്കിലും ചെയ്യാം, സൗണ്ടെങ്കിലും കേൾക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഉടനെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അവിടെ. ഓക്കെ, കെൽറ്റിക് റോസിൽ ഇത്രയും നമുക്ക് നോക്കാൻ പറ്റില്ല, പക്ഷേ ഓരോ ഫീലിങ്ങും അതിൻ്റെ ആഴത്തിൽ നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്. ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ. പൊതുവേ എല്ലാം നല്ല എനർജി തന്നെയാണ് അല്ലേ? ക്ലെയിം ചെയ്തോളൂ. 222 കമൻറ്റ് ബോക്സിലിട്ട് ഡിവൈനെ താങ്ക് ചെയ്യുക, യൂണിവേഴ്സിനെ താങ്ക് ചെയ്യുക കേട്ടോ. വേറൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം ഇതേപോലെ എനിക്കും തന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. കമൻറ്റിൽ ക്ലെയിം ചെയ്യാൻ മറക്കണ്ട റീഡിങ്. ഓക്കെ, വേറെ എന്താണ്? പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.